കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 21 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല, അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വായനകൾ നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുന്ന പല പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ എടുക്കണം എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ വായനയിൽ പൗലോസും ബർണ്ണബാസും സുവിശേഷ പ്രഘോഷണം നല്ല തീക്ഷ്ണമായിട്ട് നടത്തുന്നു. ഈശോയെക്കുറിച്ച് പറയുന്നു, ദൈവരാജ്യ പ്രഘോഷണത്തിൽ നിൽക്കുന്നു. ഇപ്പോഴുണ്ടായിരുന്ന യഹൂദരും വിജാതീയരൊക്കെ ഇവർക്കെതിരെ തിരികുകയാണ്. ഇവരെ കല്ലെറിയാനും ഇവരെ നശിപ്പിക്കാനും വേദനിപ്പിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ, യേശുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു സ്വാഭാവികമായ ഒരു മനുഷ്യൻ ചെയ്യുന്നത്, ഞാൻ ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുകയും ജീവിക്കുകയും സുവിശേഷ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഈ അവസ്ഥയാണല്ലോ, അതുകൊണ്ട് സുവിശേഷ ജീവിതം അവസാനിപ്പിച്ചേക്കാം, നിർത്തിയേക്കാം എന്ന് നമ്മളങ്ങോട്ട് തീരുമാനിക്കും. അതാണ് സ്വാഭാവികമായിട്ട് മനുഷ്യ മനസ്സിന് മുറിവേൽക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തികൾക്ക് വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പ്രശംസയോ ഒരു നല്ല വാക്കോ ദൈവരാജ്യത്തെ പ്രതി നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് മടുക്കുകയോ മനസ്സിന് മുറിവേൽക്കുകയോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സത്പ്രവർത്തികൾ, സുവിശേഷ വേല, ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തികൾ, ഇത് നമ്മൾ നിർത്തിക്കളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാർ ചെയ്തതെന്നാണെന്നറിയാമോ? അവർ അവിടെ അടിയും ചാട്ടവാറടിയും തല്ലും പീഡനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവരടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ ഇതേ പരിപാടി തന്നെ തുടങ്ങി. അവരൊന്നും അവസാനിപ്പിച്ചില്ല, അവരൊന്നും നിർത്തിയില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആരംഭ അധ്യായങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യത്തെ പ്രതി, യേശുവിനെ പ്രതി ഇനി പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞ് പത്രോസിനെയൊക്കെ വിളിച്ച് മാറ്റി നിർത്തി, അപ്പോസ്തലന്മാരെ മാറ്റി നിർത്തി അവരെ ശാരീരികമായി പീഡിപ്പിച്ച് അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യേശുവിനെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി സഹിക്കാൻ കിട്ടിയ സാധ്യതയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് വീണ്ടും തുള്ളിച്ചാടി സ്തുതിച്ചുകൊണ്ടാണ് അവർ വീണ്ടും പഴയ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് പൗലോസ് ശ്ലീഹയും ബർണ്ണബാസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടെ ജന്മനാ മുടന്തനായ ഒരുവനിരിക്കുന്നു. അവനെ കണ്ടപ്പോൾ പൗലോസ് ശ്ലീഹയ്ക്ക് തോന്നി, ഇവന് വിശ്വാസമുണ്ട്, ഇവന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം തന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുക. അത് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായിട്ട് അവർക്ക് മാറി. കാരണം എന്താ, ജന്മനാ മുടന്തനായിരിക്കുന്നവനാണ്, തളർന്നിരിക്കുന്നവനാണ്, ബലമില്ലാത്തവനാണ്. അവൻ പൗലോസിൻ്റെ സാന്നിധ്യം കൊണ്ടും യേശുവിൻ്റെ നാമത്തിൽ
അവർ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ജനം മുഴുവനും വിചാരിച്ച് ഇവര് ഇറങ്ങി വന്ന ദേവന്മാരാണെന്ന് വിചാരിച്ച്. പിന്നെ എന്നാ അവർ ചെയ്ത്, അവർ രണ്ടുപേരും കൂടി ജനം മുഴുവനും ഇവർ രണ്ടുപേരെ ആരാധിക്കാൻ തുടങ്ങി. അവിടെയാണ് പൗലോസിലെ പറയുന്ന വാക്കുകൾ, വ്യർത്ഥമായ ആരാധനയിൽ നിന്നും യഥാർത്ഥ ദൈവത്തെ ആരാധിക്കുന്നതിലേക്ക് ജീവിതം മാറണമെന്ന്. ഞങ്ങൾ ദൈവങ്ങളല്ല. ഒരു പ്രശംസയോ ഒരു അംഗീകാരമോ അവർ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അവരിലൂടെ, അവരുടെ കരങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചതെങ്കിൽ പോലും അവര് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒന്നും ചെയ്യാതെ, ഞങ്ങൾ ദൈവങ്ങളല്ല, ഞങ്ങളെ അല്ല ആരാധിക്കേണ്ടത്. ഇന്ന് കാലഘട്ടത്തിന്റെ പലയിടങ്ങളിലും പല മേഖലകളിൽ നോക്കിയാൽ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ ആരാധിക്കുന്ന, താരങ്ങളെ ആരാധിക്കുന്ന ഒക്കെ ഒരു സാധ്യതയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ അപ്പസ്തോലന്മാർ പറയും, ഞങ്ങളെ അല്ല ആരാധിക്കേണ്ടത്, യഥാർത്ഥ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സത്യദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യരാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും മനുഷ്യരാണ്. അപ്പോ അവർ ദൈവ മനുഷ്യരാണ്, അല്ലെങ്കിൽ മനുഷ്യരാണെന്ന് പറയുകയും തങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് പറയുകയും ചെയ്യാണ്. അതാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ വചനം ശ്രവിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നവരാണ്. രണ്ട് കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. ഒന്ന് എന്നെ കേൾക്കണം, ഒന്ന് എന്നെ അനുസരിക്കണം, പാലിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്ക്, അപ്പോൾ പിതാവായ ദൈവം, പുത്രനായ ഈശോ, പരിശുദ്ധാത്മാവായ ദൈവം ഞങ്ങൾ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ ശ്രവിക്കുകയും ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. എന്നിട്ട് സുവിശേഷം അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. അതാണ് ശരിക്കും അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അനുഭവം. അപ്പസ്തോലന്മാരുടെ ജീവിതം മുഴുവൻ നോക്കി അതാണ്. ഓരോ അനുഭവത്തിലും യേശു എങ്ങനെയാണ് പ്രതികരിച്ചത്, യേശു എന്ത് നിലപാടെടുത്ത്, സഹനങ്ങൾ ഉണ്ടായപ്പോൾ, വേദനകൾ ഉണ്ടായപ്പോൾ, ഞെരുക്കങ്ങൾ ഉണ്ടായപ്പോൾ, ഒറ്റപ്പെടൽ ഉണ്ടായപ്പോൾ, വഞ്ചിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായപ്പോൾ, കഠിനമായ വേദനകളുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ ഈശോ എന്താണ് ചെയ്തതെന്ന് പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർക്ക് അതാത് സമയത്ത് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അവിടെ അവർക്ക് ക്ഷമിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. സ്തഫാനോസിനെ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്തഫാനോസിനെ കല്ലുകൾ എറിഞ്ഞപ്പോൾ വചനം പറയുന്നു, അവന്റെ ശരീരത്തിൽ കല്ലുകൾ എറിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. കല്ലുകൾ എറിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവന്റെ ശരീരത്തിൽ കല്ലുകൾ എറിഞ്ഞപ്പോൾ, അവനെ വേദനിപ്പിച്ചപ്പോൾ, അടുത്ത വചനത്തിൽ അവൻ പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. ഈശോ കുരിശിൽ അങ്ങേയറ്റം നമ്മുടെ പാപങ്ങളെ പ്രതി പീഡനങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച് കുരിശിൽ തൂങ്ങി കിടക്കുന്ന സമയത്ത് ഈശോ തൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. കണ്ടോ? ഈ അനുഭവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ യേശു എന്താണ് ഒരനുഭവത്തിൽ ചെയ്തത്, ഒരു സാഹചര്യത്തിൽ ചെയ്തത്, സമാനമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ നിമിഷം നമ്മൾ കടന്നു പോകുന്ന അനുഭവത്തിൽ ഓർമ്മപ്പെടുത്തി തരും. ഇങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെയാണ് യേശു ചെയ്ത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഈശോ ചെയ്ത്. സഹനം വരുമ്പോൾ ഇങ്ങനെയാണ് ഈശോ ചെയ്ത്. വേദനകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ഈശോ ചെയ്ത്. ഒറ്റപ്പെടുമ്പോൾ ഈശോ. അപ്പോ അങ്ങനെ ഓരോ അനുഭവത്തിലും എന്താണ് യേശു ചെയ്തതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരാം. അതാണ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്ലറയിൽ അടക്കം ചെയ്യപ്പെടേണ്ട ജീവിതങ്ങളല്ല നമ്മുടെ ജീവിതങ്ങൾ എന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും. കാരണം ഉത്ഥാനമുണ്ട്, യേശു ഉത്ഥാനം ചെയ്തവരാണ്. അപ്പൊ നമുക്കൊരു ഉത്ഥാനമുണ്ടെന്ന് എല്ലാ കല്ലറകളുടെ അനുഭവങ്ങളിലും പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. നിരാശയുടെയും ആകുലതകളുടെയും സങ്കടങ്ങളുടെയും കണ്ണുനീരിൻ്റെയും അമിത ദുഃഖത്തിൻ്റെയും ആത്മഹത്യയുടെയും ഒക്കെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട് ജീവിക്കേണ്ടവരല്ല എന്നും നമുക്ക് ഉത്ഥാനമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തി തരും. ഈ ഓർമ്മപ്പെടുത്തൽ, പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് ഈ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോഴാണ്. അതപ്പോഴാണ് ദൈവവചനം കേട്ട് ശ്രവിച്ച് അത് പാലിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസ്നേഹം, ദൈവ സാന്നിധ്യം നമ്മളിൽ വാസമുറപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വാസമുറപ്പിക്കും. അപ്പം ഇത്
ഈശോയെ കൃത്യമായിട്ട് അനുകരിക്കാനും അനുഗമിക്കാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. ഈ കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.